ഹലോ എവരി വൺ, ഹോംലി അഡ്വഞ്ചേഴ്സ് എന്ന ഞങ്ങളുടെ ഈ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് തുണി ഉണക്കാനിടുന്ന സ്റ്റാൻഡ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അപ്പാർട്ട്മെൻറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ പലക കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഇവിടെ പറയുന്ന നീളവും വീതിയും ഒക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് സ്റ്റാൻഡിൻ്റെ നീളവും വീതിയും ചേഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 3 അടി നീളമുള്ള ഉരുളൻ വടിയാണ്. അപ്പോൾ തുണി ഉണക്കാനിടുന്നത് ഈ വടിയിലാണ്, അതുകൊണ്ടാണ് ഉരുളൻ വടി തന്നെ അത് ഞാൻ എടുത്തിരിക്കുന്നത്. അതേപോലെ ഇനി വേണ്ടത് 2 7.5 ഇഞ്ച് നീളമുള്ള പലക കഷ്ണങ്ങളാണ്. അതേപോലെ തന്നെ 15 ഇഞ്ച് നീളമുള്ള 12 പലക കഷ്ണങ്ങൾ കൂടി നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ 15 ഇഞ്ച് നീളമുള്ള വടി കഷ്ണത്തിൻ്റെ നടുക്ക്, അതായത് ഒരു 7.5 ഇഞ്ച് നീളത്തിൽ ഒരു ഹോൾ ഡ്രിൽ ചെയ്യേണ്ടത് ആവശ്യമാണ് നമുക്ക്. അത് ഇത് സ്ക്രൂ ഇടാൻ വേണ്ടിയിട്ടാണ് അത്. അപ്പോൾ അതനുസരിച്ച് ഞാൻ ഡ്രിൽ ചെയ്യുക. ഇപ്പോൾ ഡ്രില്ല് ചെയ്ത് ഏകദേശം കഴിഞ്ഞു. ഡ്രില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലൊരു സ്ക്രൂ കയറാനാണ്. അപ്പോൾ ആ സ്ക്രൂ ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡ്രില്ല് ചെയ്യുന്നത് ഇങ്ങനെ. അപ്പോൾ ഇതേപോലെ 6 കഷ്ണത്തിൽ ഡ്രില്ല് ചെയ്യണം സെൻറ്ററിൽ. അപ്പോൾ അതിനുശേഷം ഇതേപോലെ എക്സ് പോലെ വെക്കണം. അപ്പോൾ ഡ്രില്ല് ചെയ്ത കഷ്ണം അടിയിലും ഡ്രില്ല് ചെയ്യാത്ത കഷ്ണം മേളിലും വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇതേപോലെ നമ്മൾ സ്ക്രൂ ചെയ്യുമ്പോൾ അടിയിലത്തെ കഷ്ണത്തിൽ ഓൾറെഡി ഡ്രില്ല് ചെയ്തിരിക്കുന്നതുകൊണ്ട് അത് അവിടെ നിന്ന് സുഖമായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ അത് ഈസി ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലാണ് അത് സ്ക്രൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു സൈഡിൽ നമ്മളത് ചെയ്ത് കഴിഞ്ഞു. ഇതേപോലെ അപ്പുറത്തെ സൈഡിലും ചെയ്യണം. അപ്പോഴാണ് ഒരു കഷ്ണം കംപ്ലീറ്റ് ആവുന്നത്. ഇപ്പോൾ ഇത് കണ്ടാൽ അറിയാം. അപ്പോൾ 2 സൈഡിലും എക്സ് വെച്ചിട്ടുണ്ട്, നടുക്കൊരു വടിയും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ കാണിച്ചതുപോലെ സ്ക്രൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ 3 കഷ്ണങ്ങളാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇതേപോലത്തെ ബാക്കിയുള്ള കഷ്ണം കൂടി ജോയിൻ ചെയ്താൽ ഇതേപോലത്തെ 3 കഷ്ണങ്ങൾ കിട്ടും. അപ്പോൾ ഈ കാണുന്ന എക്സിൻ്റെ ഒക്കെ അറ്റത്ത് നമുക്ക് ഒന്ന് ഡ്രില്ല് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന സ്ക്രൂ 2 ഇഞ്ചിൻ്റെ സ്ക്രൂ ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്ക്രൂ വെച്ചിട്ട് ആ സ്ക്രൂ ആ ഡ്രില്ലിൽ കറക്റ്റായിട്ട് കയറുന്ന രീതിയിലാണ് നമ്മൾ ഡ്രില്ല് ചെയ്യേണ്ടത്, നേരത്തെ ഡ്രില്ല് ചെയ്തതുപോലെ. അപ്പോൾ ഇതേപോലെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് നമുക്ക് വെക്കണം. അപ്പോൾ ഇപ്പോൾ സ്ക്രൂ ഈസി ആയിട്ട് കയറുന്നത് അത് ഞാനവിടെ ഡ്രില്ല് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ 2 സൈഡിലും അങ്ങനെ സ്ക്രൂ വയ്ക്കുക. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഒരെണ്ണം അപ്പോൾ ഒരെണ്ണം കണക്റ്റ് ആയിട്ടുണ്ട്. കറക്റ്റായിട്ട് അതേപോലെ എല്ലാ സൈഡിലും ചെയ്യാം. ഇപ്പോൾ നമുക്ക് 3 കഷ്ണങ്ങളുണ്ട്. 3 കഷ്ണങ്ങൾ ഒന്നിൻ്റെ മേളിൽ ഒന്നായിട്ട് ഇതേപോലെ വെക്കുക. അപ്പോൾ നമുക്കിനി അടുത്തത് വേണ്ടത് ഈ ഉരുളൻ വടികൾ ഇപ്പോൾ ഈ കയറ്റിയിരിക്കുന്ന സ്ക്രൂവിൻ്റെ അപ്പുറത്തെ സൈഡിൽ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാ സൈഡിലും സ്ക്രൂ ഇട്ട് എല്ലാം ഒന്നിൻ്റെ മേളിൽ ഒന്ന് വെച്ച് ഞാൻ കണക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്തത് ഈ ഉരുളൻ വടി ആ കണക്ട് ചെയ്ത ആ സ്ഥലത്ത് ആ സ്ക്രൂ ഇങ്ങനെ നീണ്ടു നിൽപ്പുണ്ടാവുമല്ലോ, അപ്പോൾ അവിടെ ഈ ഉരുളൻ വടി വെച്ച് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ചെയ്യുന്നത്. അവിടെ ഞാൻ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അടിയിലത്തെ 2 ലെയറിൽ 2 സൈഡിലും ഉരുളൻ വടി വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ മേളിലേക്ക് നമുക്ക് ഇനി കണക്ട് ചെയ്യേണ്ടതാണ്. മേളിലേക്ക് കണക്ട് ചെയ്യുകയാണ്. മേളിലുള്ള കഷ്ണങ്ങളിലേക്ക് ഞാൻ ആ വടി കണക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നടുക്ക് ഡ്രില്ല് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് അത് ഈസി ആയിട്ട് അനങ്ങും. അത് ഇങ്ങനെ സ്റ്റക്കായിട്ട് ഇരിക്കത്തില്ല. അപ്പോൾ നമ്മൾ സ്റ്റാൻഡ് ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മേളിൽ ഞാൻ ഒരു ചരട് വെച്ച് കെട്ടിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ സ്റ്റാൻഡ് നിൽക്കുന്നത്, അല്ലെങ്കിൽ അത് നിലത്തേക്ക് വീണ് പോകും. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് മേളിലേക്ക് ഒരു കൊളുത്ത് റെഡിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ 2 7.5 ഇഞ്ചിൻ്റെ പലക കഷ്ണങ്ങൾ എടുത്തായിരുന്നു. അത് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്യുക, ഒന്ന് ചരിച്ച് കട്ട് ചെയ്യുക. ഇപ്പോൾ കാണിക്കുന്ന പോലെ ഇത് കൊളുത്തായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 കഷ്ണവും ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു നട്ടും ബോൾട്ടും ഇതിൻ്റെ അറ്റത്ത് ഡ്രില്ല് ചെയ്ത് കയറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പൊസിഷനിൽ ഏറെക്കുറെ ഈ ഭാഗത്തായിട്ട് ഡ്രില്ല് ചെയ്യണം നമുക്ക്. അപ്പോൾ അവിടെ ഡ്രില്ല് ചെയ്യുകയാണ് ഞാൻ. 2 കഷ്ണം ഇതേപോലെ ഡ്രില്ല് ചെയ്തെടുക്കേണ്ടതാണ് കേട്ടോ. അത് ഡ്രില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി അതേപോലെ നമ്മുടെ സ്റ്റാൻഡിലും ഏറെക്കുറെ ആ സ്ക്രൂ വെച്ചിരിക്കുന്ന മേളിലത്തെ ഇതിൻ്റെ ആ സ്ക്രൂ വെച്ചിരിക്കുന്നതിൻ്റെ അടിയിലായിട്ട് ഡ്രില്ല് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇത് നമുക്ക് ആ കൊളുത്ത് നമുക്ക് ഇവിടെ പിടിപ്പിക്കാനുള്ളതാണ്. അപ്പോൾ ഡ്രില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി ആ സ്ക്രൂ നമ്മൾ നേരത്തെ പറഞ്ഞ നട്ടും ബോൾട്ടും അവിടെ ഇടുക. എന്നിട്ട് ആ നേരത്തെ ഡ്രില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കൊളുത്ത് ഇങ്ങനെ വെച്ച് ടൈറ്റ് ചെയ്യുക. ഇവിടെ നട്ടും ബോൾട്ട് യൂസ് ചെയ്തേക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് എപ്പോഴും എടുക്കുകയും ഊരുകയും ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ്. അതേപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ഫുള്ള് അകത്തേക്ക് കയറ്റണമെന്നില്ല, ഏറെക്കുറെ പകുതിയായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇത് കൊളുത്തായിട്ട് ഇതുമേൽ കൊളുത്തിടാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ ഇപ്പോൾ കൊളുത്ത് റെഡി ആയിട്ടുണ്ട് ഒരു സൈഡിൽ. ഇതേപോലെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ തുണി ഉണക്കാൻ ഇടുന്ന സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ സ്റ്റാൻഡ് നമുക്ക് മടക്കി വെക്കാവുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ ഇതേപോലെ നിവർത്തി ആ ലോക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് സ്റ്റാൻഡായിട്ട് നേരെ നിന്നോളും. അപ്പോൾ ഇതിൽ നമുക്ക് ഈ തുണി ഇടാവുന്നതാണ്. ഇപ്പോൾ വെയിൽ വരുന്ന സ്ഥലം നോക്കി തുണി ഉണക്കാനിടാൻ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതേപോലെ അപ്പാർട്ട്മെൻറ്റ്സിൽ താമസിക്കുന്നവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും, ഞങ്ങളെപ്പോലെ. അപ്പോൾ യൂസ് കഴിയുമ്പോൾ ഇത് ഈസി ആയിട്ട് ഇതേപോലെ മടക്കി നമുക്കിത് എവിടെയെങ്കിലും സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്ര നേരം ഈ വീഡിയോ കണ്ടതിൽ നന്ദി. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇത് അത്ര പാടൊന്നുമല്ല, ഇച്ചിരി പേഷ്യൻസ് ഉണ്ടായാൽ മതി. അതേപോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ പുതിയ വീഡിയോസിനുള്ള നോട്ടിഫിക്കേഷൻ വരാനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ.